ഇപ്പോൾ തണ്ണീർക്കൊമ്പന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. രാഹുലും അരുണും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആദ്യ ഡോസ് മയക്കുവെടി വെച്ചിട്ടുണ്ട്. അത് ആനയ്ക്ക് കൊണ്ടോ എവിടെയാണ് കൊണ്ടതെന്ന് നമുക്ക് ഇനിയും സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. പക്ഷെ മയക്കുവെടി ആദ്യ ഡോസ് വെച്ചിരിക്കുന്നു. എം കമൽ കൂടി വിവരങ്ങളുമായിട്ട്. കമൽ, ആദ്യ ഡോസ് മയക്കുവെടി വെച്ചതിന് ശേഷമുള്ള തണ്ണീർക്കൊമ്പന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇവിടെ വെച്ച് തന്നെ അടുത്ത ഡോസ് മയക്കുവെടി വെക്കുമോ? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വനംവകുപ്പിൽ നിന്നും? അക്ഷയ, ഇപ്പോഴും അത് കൃത്യമായി മയക്കുവെടി ആനയ്ക്ക് കൊണ്ടിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനൊന്നും ആയിട്ടില്ല. എയിം ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു, അത് വെടി പൊട്ടുകയും ചെയ്തു. പക്ഷെ അത് ആന മയക്കുവെടി ഏറ്റിട്ടാണോ ഈ നിൽക്കുന്നത് എന്ന കാര്യം എനിക്കിപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ആന അനങ്ങാതെ നിൽക്കുകയാണ്. അതിന് മറിച്ച് പടക്കവുമായി വനപാലകർ നിൽക്കുന്നുണ്ട്. ആ ആന നിൽക്കുന്ന ദിശയുടെ പിന്നിലേക്ക്, ആനയുടെ പിൻഭാഗത്താണ്, പിന്നോട്ടുള്ള ദിശയിലാണ് ആനയെ എത്തിക്കേണ്ടത്. അതിനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആന അങ്ങോട്ട് തന്നെ തിരിഞ്ഞ് നിൽക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ആന വാഴത്തോട്ടത്തിന് പുറത്തെത്തി. പക്ഷെ ആനയെ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലല്ല ആന നിൽക്കുന്നത്. ആന ഇങ്ങോട്ട് തിരിഞ്ഞു വന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ വീണ്ടും ആ ദൃശ്യങ്ങൾ കാണാം. ബയോളജിസ്റ്റ് വിഷ്ണു ഇപ്പോഴും വീണ്ടും തോക്കുമായി ആനയുടെ സമീപത്തേക്ക് പോകുന്നുണ്ട്. മയക്കുവെടി വെക്കാനായി ഇപ്പോൾ ബയോളജിസ്റ്റ് വിഷ്ണു ആനയുടെ അടുത്തേക്ക് പോകുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പിന്നിൽ നിന്ന് മയക്കുവെടി വെക്കാനുള്ള ശ്രമം, വീണ്ടും ആ ശ്രമം നടത്തുകയാണ്. നേരത്തെ മയക്കുവെടി വെച്ചോ ഇല്ലയോ നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടുള്ള മയക്കുവെടി വെക്കുന്ന ശ്രമം നടത്തിയിരുന്നു, എയിം ചെയ്തിരുന്നു. പക്ഷെ അത് ആനയുടെ ദേഹത്ത് തന്നെ പതിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വ്യക്തതയില്ല. എങ്കിൽ പോലും ഇപ്പോഴാ വീണ്ടും ആ ശ്രമം നടത്തുകയാണ് ഉദ്യോഗസ്ഥർ. തോക്കുമായിട്ട് ആനയുടെ അരികിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. എന്തായാലും അവിടെ വെച്ച് തന്നെ ആനയെ മയക്കുവെടിക്ക് വെക്കുക എന്നുള്ള ധാരണയിലേക്ക്, തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടു, ഒരുപാട് തവണ പടക്കങ്ങൾ പൊട്ടിച്ചു. അപ്പോഴൊന്നും ആന അവിടെ നിന്ന് അനങ്ങുക പോലും ചെയ്തില്ല. ഇപ്പോൾ ആനയുടെ ദേഹത്ത് മണ്ണ് വാരിയിട്ട് നോക്ക് നമ്മൾ കാണുന്നുണ്ട്. ആനയെ അവിടെ വെച്ച് തന്നെ മയക്കുവെടി വയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു ഉദ്യോഗസ്ഥർ. ആനയുടെ അടുത്തേക്ക് നീങ്ങുന്നത് നമ്മൾ കാണുന്നു. ഇത് ദൗത്യം എങ്ങനെ, ഇതിപ്പോൾ സമയം 5:30 പിന്നിട്ടിരിക്കുകയാണ്. 6 മണിയൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ ഇരുട്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ദൗത്യം പൂർണ്ണമാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ദൗത്യ സംഘം നീങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ചുവടുകളും കാണുമ്പോൾ ആനയ്ക്ക് മയക്കുവെടി ഏറ്റിരിക്കുന്നു. ഇതാ ആനയ്ക്ക് ആദ്യ ഡോസ് മയക്കുവെടി ഏറ്റ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ആനയുടെ പുറത്തായിട്ട് മയക്കുവെടി ഏറ്റ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കമൽ, ബയോളജിസ്റ്റ് വിഷ്ണു ആണ് അല്പസമയം മുമ്പ് ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നത്. നമ്മുടെ കൺമുന്നിൽ നിന്നാണ് ആനയെ മയക്കുവെടി വെച്ചത്. ആ മയക്കുവെടി ഏറ്റതോടെ ആന ഒന്ന് തിരിഞ്ഞു. സാധാരണ ചെയ്യുന്നത് പോലെ ആന ചാർജ് ചെയ്യുകയോ ഓടുകയോ ചെയ്തിട്ടില്ല. അങ്ങോട്ട് തിരിഞ്ഞു നിന്നിരുന്ന ആനയുടെ പിന്നിൽ നിന്നാണ് വിഷ്ണു ആണ് എന്തായാലും മയക്കുവെടി വെച്ചിരിക്കുന്നത്. ആ സിറിഞ്ച് ഇപ്പോഴും ആനയുടെ പുറത്ത് നമുക്ക് കാണാവുന്നതാണ്. ആന വാലുകൊണ്ട് തട്ടുന്ന ആ ഭാഗത്ത് സിറിഞ്ചുണ്ട്. എന്തായാലും മയക്കുവെടി ഏറ്റിരിക്കുന്നു. ഇനി ആനയെ ഇങ്ങോട്ട് എത്തിക്കണം. ഈ മൺതിട്ടയിലേക്ക് ആനയെ എത്തിച്ചാൽ മാത്രമേ കുങ്കിയാനകളൊക്കെ ഉപയോഗിച്ച് ആനയെ ലോറിയിൽ കയറ്റാൻ കഴിയുള്ളൂ. മറുപക്ഷ വനപാലകർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി തിരിയേണ്ടതുണ്ട്. ആന മയക്കുവെടി ഏറ്റതിനു ശേഷം ഒന്ന് തിരിഞ്ഞു, പൂർണ്ണമായും എതിർദിശയിലേക്ക് തിരിഞ്ഞിട്ടില്ല. ആന ഒന്നുകൂടി തിരിഞ്ഞ് വേണം ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് എത്തിയാൽ മാത്രമാണ് ആനയെ വണ്ടിയിൽ കയറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ. ദൗത്യസംഘം ആനയെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പുറത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. മറുപക്ഷ വനപാലകർ അവിടെ കാവൽ തീർത്തിട്ടുണ്ട്. ആന അങ്ങോട്ട് പോകാതിരിക്കാൻ. ആനയെ എങ്ങനെയെങ്കിലും ഈ ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും മയക്കുവെടി ഏറ്റിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാട്ടാനയ്ക്ക് മയക്കുവെടി ഏറ്റിരിക്കുന്നു. ദൗത്യത്തിലെ ആദ്യഘട്ടം, ആ ദൗത്യത്തിലെ ഒരു പ്രധാന കാര്യം നടന്നിരിക്കുന്നു. ആനയെ മയക്കുവെടി വെക്കാൻ സംഘത്തെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ആനയെ മറ്റ് തുടർ നടപടികളാണ്. എത്രത്തോളം ഡോസ്, ആന എത്ര സമയം കൊണ്ട് മയങ്ങുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമാണ് വ്യക്തമായി അറിയുക. എന്തായാലും നേരം ഇരുട്ടുന്നതിന് മുൻപ് മയക്കുവെടി വെക്കുന്നതിൽ ദൗത്യസംഘം വിജയിച്ചിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നതിന് പരിസരത്തേക്ക് ദൗത്യസംഘത്തിനൊപ്പം ചേരുന്നുണ്ട്. ആനയെ നിരീക്ഷിക്കുകയാണ് അവർ. ആന എന്തായാലും അവിടെ നിൽക്കുന്നു. പൂർണ്ണമായും ഈ ദിശയിലേക്ക് തിരിഞ്ഞിട്ടില്ല. മറുവശത്ത് നിന്ന് ആനയെ ഇങ്ങോട്ട് ഓടിക്കാനുള്ള ശ്രമമാണോ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അവിടെ നിന്ന് ആളുകൾ പിൻവാങ്ങുന്നുണ്ട്. ആന ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ആനയെ നിരീക്ഷിച്ച ശേഷം ആ ഭാഗത്തു നിന്ന് പിൻവാങ്ങുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ആ മൺതിട്ടയിലേക്ക് ആനയെ എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്.
മിഷൻ തണ്ണീർ ഇത് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്ന് തന്നെ നമുക്ക് ഈ നിമിഷം പറയാം. ആനയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആനയുടെ ഇടതുകാലിന് പിൻഭാഗത്തായിട്ട് സിറിഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം മയക്കുവെടി വെച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷെ ആനയ്ക്ക് കൊണ്ടില്ലായിരുന്നു. പിന്നീട് രണ്ടാമത് ഇതാ മയക്കുവെടി വെച്ചു. കൃത്യമായിട്ട് ആനയ്ക്ക് ആ മയക്കുവെടി ഏറ്റിരിക്കുകയാണ്. ആനയുടെ പിൻഭാഗത്തായിട്ട് നമുക്ക് സിറിഞ്ച് കാണാൻ സാധിക്കും ദൃശ്യങ്ങളിൽ. ഇപ്പോൾ ആന വീണ്ടും നേരത്തെയൊക്കെയും നമ്മൾ കണ്ടു ദേഹത്തേക്ക് മണ്ണ് വാരിയിടുന്ന ഒരു കാഴ്ച, തണ്ണീർക്കൊമ്പൻ മണ്ണ് വാരിയിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോഴും ഇങ്ങനെ ആന അദ്ദേഹത്തേക്ക് മണ്ണ് വാരിയിട്ട് കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇതാ വാഴത്തോട്ടത്തിൽ നിന്നും ആനയെ പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്, മൺതിട്ടയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമായിരിക്കും നടക്കുന്നത്. ഇപ്പോഴും ആന അവിടെ പൂർണ്ണമായി ആ നിശ്ചലാവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്ന് ചില ചലനങ്ങൾ കാണിക്കുന്നു എന്നല്ലാതെ ഒരടി മുന്നോട്ടോ പിന്നോട്ടോ ഇപ്പോഴും തണ്ണീർക്കൊമ്പൻ നീങ്ങുന്നില്ല. ആ നിന്ന നിൽപ്പിൽ തന്നെയാണുള്ളത്. പക്ഷെ ആനയെ എത്തിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ശ്രമങ്ങളായിരിക്കും ഇനി ദൗത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ആനയുടെ അടുത്ത് നിന്നും ദൗത്യ സംഘം പിൻവാങ്ങുന്നുണ്ട്. അവർ മാറുന്നുണ്ട്. ആന വരാൻ വേണ്ടി ആന ആ ദിശയിൽ തന്നെ വരാൻ വേണ്ടി അവിടെ നിന്ന് പിൻവാങ്ങുന്നുണ്ട്, മാറി നിൽക്കുന്നുണ്ടെന്നുള്ള വിവരമാണ് കമൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ഒരു ദൗത്യമാണ്. നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ ഒരു ആനയ്ക്ക് പിന്നാലെ വയനാട്ടിലെ മാനന്തവാടിയിലെ ജനങ്ങളാകെയും അവിടെ ദൗത്യ സംഘമാകുകയും ഒപ്പം തന്നെ കർണാടക കേരള വനം വകുപ്പ് ഒന്നിച്ച് ഒപ്പം കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഈ വാർത്ത ഇങ്ങനെ ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ മിഷൻ തണ്ണീറിലാണ് ഇപ്പോൾ ആദ്യ ഘട്ടം എന്നൊക്കെ, അല്ലെങ്കിൽ അതിന് പരിസമാപ്തിയിലേക്ക് അടുക്കാനാകുന്ന ഘട്ടം ഇപ്പോൾ വിജയകരമായി തന്നെ പൂർത്തീകരിക്കുന്നത്. നമുക്ക് തണ്ണീർക്കൊമ്പനെ ഇതാ വനം വകുപ്പ് സംഘം ഇപ്പോൾ ദൗത്യ സംഘം ഇതാ മയക്കുവെടി വെച്ചിരിക്കുന്നതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. നിശ്ചലാവസ്ഥയിൽ തന്നെയാണ് ആനയുള്ളത്. അവിടെ നിന്ന് ചെവിയൊക്കെ അനക്കുന്നുണ്ട്, കാലൊക്കെ അനക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കുന്നില്ല ഇപ്പോഴും തണ്ണീർക്കൊമ്പൻ.